അദ്ദേഹത്തിൻ്റെ പാർട്ടി ക്രൈസ്തവ വിശ്വാസികൾ ആരാധന നടത്തുന്നിടത്ത് തീവ്ര ഹിന്ദുത്വ ചിന്താഗതിക്കാർ വന്ന് ബഹളം വെച്ചപ്പോൾ ഇവരവിടെ പ്രൊട്ടക്ഷന് വേണ്ടി ഇറങ്ങി. എൻ്റെ ഒരു നിഗമനം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിൽ ഒരു വലിയ സുവിശേഷ വിപ്ലവം നടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു വ്യക്തിയെ ഒരു പരിധിയിൽ കൂടെ ഞെക്കുമ്പോൾ, അതായത് ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും, ചേരയും തിരിഞ്ഞു കടിക്കുമെന്ന് പറഞ്ഞ പോലെ ദളിത് സമൂഹത്തിൻ്റെ ഒരു വലിയ സംഘടനം കൂട്ടത്തോടെ ലക്ഷക്കണക്കിന് ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് മാറും എന്നുള്ളൊരു ചിന്താഗതി പല കോണുകളിൽ നിന്നും ഉദിച്ചു വരുന്നുണ്ട്. ഒരുപക്ഷെ അത് ലക്ഷക്കണക്കിനായിരിക്കും ആളുകൾ. കൂട്ടത്തോടെ ഒരു മതപരിവർത്തനം, കൂട്ടത്തോടെ ഒരു മതം മാറ്റം നടക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഈ അടുത്ത നാളുകളിൽ ഞാൻ കണ്ട ഒരു റാലിയിലാണ് എനിക്കത് മനസ്സിലായത്. ഞാൻ ആ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10,000 അണിനിരുന്ന ഒരു വേദിയിൽ ചന്ദ്രശേഖർ ആസാദിൻ്റെ പാർട്ടിയിലെ ആളുകൾ പറയുന്നു, ഒരു കയ്യിൽ ബൈബിളും ഒരു കയ്യിൽ ഇന്ത്യയുടെ ഭരണഘടനയും വെച്ചുകൊണ്ട് നമ്മൾ നിൽക്കണം, നമ്മൾ ജയ്